മാള ബ്ലോക്ക് പഞ്ചായത്തിലും അതിന് കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലും അധ്യക്ഷ പദവിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. മുന്നണികൾക്ക് 9 വീതം സീറ്റുകളുമായി നിലനിൽക്കുന്ന ചേന്നമംഗലം പഞ്ചായത്ത് ആര് ഭരിക്കുമെന്നതിൽ സ്വതന്ത്രന്റെ നിലപാട് നിർണായകമാകും. വോട്ടറെ ഭീഷണിപ്പെടുത്തിയെന്ന് കഴിഞ്ഞ ദിവസം ചാലക്കുടിയിലെ LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ച കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത. സാമ്പത്തികമായി വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന ആരോപണം വസ്തുത മനസ്സിലാക്കാതെ COA സംസ്ഥാന സമ്മേളനത്തിനൊരുങ്ങി തിരൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം 2026 മാർച്ചിൽ തിരൂരിൽ നടക്കും. സ്വാഗത സംഘത്തിന് രൂപം നൽകി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാള ബ്ലോക്ക് പഞ്ചായത്തിലും അതിന് കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലും അധ്യക്ഷ പദവിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. മാള ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള അന്നമനട, പൊയ്യ, കുഴൂർ, ആളൂർ എന്നിവിടങ്ങളിൽ UDF-നാണ് മുൻതൂക്കം. മാളയിൽ മാത്രമാണ് LDF ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് UDF ഭരിക്കും. UDF വിജയക്കുതിപ്പ് നടത്തിയ മാള ബ്ലോക്ക് പഞ്ചായത്തിൽ പൊയ്യ ഡിവിഷൻ 11-ൽ നിന്ന് വിജയിച്ച സുഭാഷിണി രാജീവ് പ്രസിഡന്റാവുമെന്ന് ഏതാണ്ട് ഉറപ്പായി. UDF-ന്റെ 6 വനിതകളിൽ വിജയിച്ചെത്തിയ ഏക സംവരണ അംഗമാണിവർ. ആകെയുള്ള 14 സീറ്റിൽ 11-ലും UDF മാള ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയിച്ചു. പൊയ്യ പഞ്ചായത്തിൽ UDF-ലെ ഔസേപ്പച്ചൻ തോമസ് പ്രസിഡന്റാവുമെന്നാണ് സൂചന. വാർഡ് 13 പൊയ്യയിൽ നിന്ന് വിജയിച്ച അംഗമാണ് ഔസേപ്പച്ചൻ തോമസ്. യുവാവായ ഒരാളെ പരിഗണിക്കുന്നതിലൂടെ പുതിയ മാറ്റങ്ങൾക്ക് കോൺഗ്രസ് ശ്രമിക്കുന്നു. അന്നമനടയിൽ പഞ്ചായത്തിൽ അന്നമനട വെസ്റ്റ് വാർഡ് 4-ൽ നിന്ന് വിജയിച്ച സുനിത സജീവൻ പ്രസിഡന്റായേക്കും. വാർഡ് 2 വെള്ളൂർ നോർത്തിൽ നിന്ന് വിജയിച്ച ആനി ആൻഡുവിനെയും പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ UDF-ഉം LDF-ഉം ഒപ്പത്തിനൊപ്പം എത്തിയപ്പോൾ ടോസ് ലഭിച്ച LDF 5 വർഷം പൂർത്തിയാക്കി ഭരിച്ചു. ഇത്തവണ പക്ഷേ UDF-ന് ഭയാശങ്കയില്ലാതെ ഭരിക്കാം. 20 സീറ്റിൽ 14 എണ്ണം നേടി വൻ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ UDF വിജയിച്ചത്. കുഴൂർ പഞ്ചായത്തിൽ തുമ്പരശ്ശേരി വാർഡ് 3-ൽ നിന്ന് വിജയിച്ച സിൽവി ടീച്ചറാകും പ്രസിഡന്റ്. അതേസമയം വാർഡ് 13 പൂത്തുരുത്തിയിൽ നിന്ന് ജയിച്ച ബിജി വിൽസനെയും പരിഗണിച്ചേക്കുമെന്നറിയുന്നു. ഇവർക്ക് 2 പേർക്കും ഇടവിട്ട കാലയളവ് വീതം പ്രസിഡന്റ് സ്ഥാനം നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മാള പഞ്ചായത്തിൽ വാർഡ് 13-ൽ നിന്ന് വിജയിച്ച PK രാധാകൃഷ്ണനാണ് പ്രസിഡന്റ് സാധ്യത. 21 സീറ്റുകളുള്ള മാള പഞ്ചായത്തിൽ ഒരു സ്വതന്ത്രയടക്കം 9 എണ്ണം നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് LDF. 8 സീറ്റുകൾ നേടിയ UDF തൊട്ടുപിറകിലുണ്ട്. 4 വാർഡുകൾ നേടിയ BJP-യുടെ നിലപാടുകൾ ഇവിടെ നിർണായകമാകും. അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ PK രാധാകൃഷ്ണൻ തന്നെ പ്രസിഡന്റായി തുടരും. ആളൂരിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഒരൊറ്റ പേരിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടില്ല. നാളെ നടക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. മീഡിയ ടൈം, മാള. വോട്ടറെ ഭീഷണിപ്പെടുത്തിയെന്ന് കഴിഞ്ഞ ദിവസം ചാലക്കുടിയിലെ LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ച കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത. വാർഡ് 24-ൽ മത്സരിച്ച തന്നെക്കുറിച്ച് ഒരു വീഡിയോ ക്ലിപ്പിംഗ് കാണിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സാമ്പത്തികമായി വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന ആരോപണം വസ്തുത മനസ്സിലാക്കാതെയാണ് എന്നും ബിജു ചാലക്കുടിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പല പ്രാവശ്യം വോട്ട് ചെയ്യാൻ വരാറുണ്ട്. ഞാൻ വോട്ട് ചെയ്തൊക്കെ LDF-ലാന്ന് പറഞ്ഞു. ഓട്ടോമാറ്റിക്കായിട്ട് കുറെ കാലങ്ങളായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത സഹായങ്ങളൊക്കെ ഉണ്ട്. ഈ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്ത് LDF-നാണോ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ആ തർക്കത്തിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു ചോദ്യം അത്. അല്ലാതെ നമ്മൾ തെരഞ്ഞെടുപ്പ് ബന്ധമായിട്ട് അദ്ദേഹം വന്ന് വോട്ട് ചെയ്യാറുണ്ട്, പോവാറുണ്ട്. ഇതിനൊന്നും തെരഞ്ഞെടുപ്പ് ബന്ധമായിട്ടുള്ള ഒരു സാമ്പത്തിക സഹായം ചെയ്തിട്ടുള്ള ആളല്ല. അദ്ദേഹത്തിന് അല്ലാത്ത രീതിയിൽ ഞങ്ങൾ ഒരേ അടുത്തടുത്ത് താമസിക്കുന്ന ആൾക്കാർ, അറിയുന്ന ആൾക്കാർ ഒത്തിരി സഹായങ്ങൾ അങ്ങോട്ട് ചെയ്തിട്ടുള്ള ഒരു കുടുംബമാണ്. അവര് ആ സഹായങ്ങൾ പറയുന്ന ഒരു കാര്യം മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പില് 24-ാം വാർഡിൽ ഇന്നലെ ഞാൻ കേട്ട് 24-ാം വാർഡിൽ എന്തോ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു. 24-ാം വാർഡിൽ ഒരു കാലത്തും വോട്ടുള്ള ആളല്ല റഷീദ്. 18-ാം വാർഡിൽ ഒരു 6 വർഷം മുമ്പ് പാർലമെന്റ് ഇലക്ഷൻ വോട്ടുണ്ടായിരുന്നു. പിന്നത്തെ 2 തെരഞ്ഞെടുപ്പുകളിലും 18-ാം വാർഡിൽ വോട്ടില്ല. ചാലക്കുടി നഗരസഭയിൽ വോട്ടില്ല, കൊരട്ടി പഞ്ചായത്തിൽ മാത്രം.
ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഇലക്ഷന് മുമ്പ് പലപ്പോഴും നമ്മളിവിടെ അവതരിപ്പിക്കുകയാണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല എന്ന് ചോദിക്കുന്ന രീതിയിലുള്ളതാണ്. ഇത് 10-ാം തീയതി നടന്നൊരു സംഭവമാണ്. തൊഴിലുറപ്പ് അന്നത്തെ ദിവസം എവിടെയാണ് നടന്നതെന്ന് നഗരസഭയിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. അവിടെ ചെന്നാൽ നമുക്കറിയാം 10-ാം തീയതി നടന്ന തൊഴിലുറപ്പ് നടന്ന സ്ഥലത്ത് നടന്ന ഒരു സംസാരം. അതിലൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. പക്ഷെ ഈ തൊഴിലുറപ്പ് ചേച്ചിമാരിത് പിടിക്കണമെന്ന് ഇതൊന്നും അറിഞ്ഞിട്ടാവില്ല. അവരിപ്പോ സാധാരണ എനിക്ക് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ആരെങ്കിലും വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടോ? അങ്ങനത്തെ രീതിയിലേക്ക് ഇത് വളച്ചൊടിച്ചു കൊണ്ടുവരുന്നതിന് ഞാൻ വിചാരിക്കുന്നത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ ഏതൊക്കെ വാർഡിലുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്, ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മര്യാദ എന്ന് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. എൻ്റെ വാർഡിന്റെ ചുറ്റുവട്ടത്തിലുള്ള വാർഡുകളിലൊക്കെ പോയി പ്രവർത്തിച്ചിട്ടുണ്ടാവും, പരമാവധി ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ടാവും. അതിൽ ജയവും പരാജയവും ഒക്കെ എല്ലാവർക്കും സംഭവിച്ചിട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇലക്ഷന്റെ ഭാഗമാണ്. അത് വിട്ടിട്ട് ഇതിന്റെ വസ്തുതകള് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് LDF നേതാക്കളെ കൊണ്ട് ഇതിന്റെ പ്രസ് കോൺഫറൻസ് വിളിപ്പിക്കുകയും അപ്പൊ അതിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ UDF ബാധ്യസ്ഥരാവും. അത് തീർച്ചയായിട്ടും ഏതൊക്കെ വാർഡുകളിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും. കയ്പമംഗലം ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇ.ടി. ടൈസൺ MLA ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം നൽകി. ചളിങ്ങാട് ഭാഗത്തെ റോഡിലെ പൊടിശല്യത്തിന് പരിഹാരം കാണണമെന്നും കുഴിച്ചെടുത്ത മണ്ണ് റോഡിൽ നിന്ന് എത്രയും വേഗം നീക്കം ചെയ്യണമെന്നുമാണ് ആവശ്യം. കഴിഞ്ഞ ദിവസമാണ് റോഡിലെ പൊടിശല്യത്തെക്കുറിച്ച് മീഡിയ ടൈം വാർത്ത നൽകിയത്. ഇതിന് പിറകെയാണ് MLAയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതിയിലെ കാലഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനായാണ് റോഡ് പൊളിച്ചത്. റോഡിന്റെ മധ്യഭാഗം കുഴിച്ചാണ് 700 mm വ്യാസമുള്ള DI പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവൃത്തി നടക്കുന്നത്. പൈപ്പിട്ട് കുഴി മൂടിയെങ്കിലും വാഹനങ്ങൾ കടന്നു പോകുമ്പോഴുള്ള പൊടി മൂലം വ്യാപാരികളും വീട്ടുകാരും യാത്രികരും ദുരിതത്തിലായിരിക്കുകയാണ്. കുഴിച്ച മണ്ണ് റോഡിൽ കിടക്കുന്നതും ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും പൈപ്പ് സ്ഥാപിക്കൽ കഴിഞ്ഞാൽ റോഡ് വേഗത്തിൽ ടാർ ചെയ്യണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം നൽകിയത്. മീഡിയ ടൈം, കയ്പമംഗലം. COA സംസ്ഥാന സമ്മേളനത്തിനൊരുങ്ങി തിരൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം 2026 മാർച്ചിൽ തിരൂരിൽ നടക്കും. സമ്മേളനത്തിന്റെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘത്തിന് രൂപം നൽകി. കേബിൾ TV മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഘടിത ശക്തിയായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനത്തിനാണ് മലപ്പുറം തിരൂർ വേദിയാകുന്നത്. 2026 മാർച്ച് 26 മുതൽ 30 വരെ വിവിധ പരിപാടികളോടെ നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി സ്വാഗത സംഘത്തിന് രൂപം നൽകി. തിരൂർ വിഷൻ ടവർ ഹാളിൽ നടന്ന യോഗം കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരൂർ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളുടെയൊക്കെ വളരെ ഗംഭീരമായി തന്നെ വരവേൽക്കാറുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് 2 വർഷത്തിലൊരിക്കൽ നടത്തുന്ന സമ്മേളനം മുമ്പോടെ നടത്തുമെന്ന് എനിക്കറിയില്ല, നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മധുരം ആയിരിക്കാം വീണ്ടും ഇവിടെ തന്നെ വെച്ച് നടത്തണം എന്ന് നിങ്ങളെ പ്രേരിപ്പിച്ചത്. അവർ സന്തോഷമുണ്ട്. അതിനേക്കാൾ ഗംഭീരമായി നമുക്കിവിടെ വെച്ച് ഈ സമ്മേളനം സംഘടിപ്പിക്കണം. അതിൻ്റെ സംഘാടക സമിതി ഏതൊക്കെ രീതിയിലായിരിക്കണം, അതിൻ്റെ സംഘടനാ സമ്മേളനം ഏതൊക്കെ രീതിയിൽ നടത്തണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുവാനും അതിന് നേതൃത്വം നൽകാനുമുള്ള കമ്മിറ്റിയാണ്, സംഘാടക സമിതിയെയാണ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളത്. പ്രാദേശിക ചാനലുകൾക്ക് വളരെയേറെ പ്രാധാന്യം വന്നിട്ടുള്ള ജനപിന്തുണ വർദ്ധിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ വാർത്തകൾ ഓരോ വിരൽത്തുമ്പിലും ഉണ്ട്, ഓരോ മുക്കിലുമുണ്ട്, മൂലയിലുമുണ്ട് എന്നതാണ് സ്ഥിതി. പണ്ട് ജനറലായി 3-4 പത്രങ്ങൾ, ആ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ കേരളത്തിൽ എല്ലായിടത്തും ഒരേ എഡിഷൻ, ഒറ്റ എഡിഷനിലായിരുന്നു പത്രങ്ങളൊക്കെ വന്നിരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് എനിക്ക് ഓർമ്മ, ഞാൻ ചന്ദ്രികയൊക്കെ വരുമ്പോൾ അവിടെ 11:30 ട്രെയിൻ എത്താൻ കാത്തുവെക്കും. ചന്ദ്രിക ഇവിടുന്ന് കോഴിക്കോട് നിന്ന് അടിച്ചിട്ട് അങ്ങോട്ട് പോകലാണ്, മനോരമ അവിടുന്ന് അടിച്ചിട്ട് ഇങ്ങോട്ട് വരലാണ്. അതേപോലെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു, പിന്നെ അത് ജില്ലകളിൽ പത്രങ്ങളായി. ഇപ്പോൾ ജില്ലകളിൽ തന്നെ ഓരോ പത്രത്തിനും 12 വരെ പ്രാദേശിക എഡിഷൻസ് ഉണ്ട്. അതിൻ്റെ പേജുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോയി ഇവിടുന്ന് അപ്പുറത്ത് തിരുരങ്ങാടി പോയാൽ പേജ് വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഇവിടുന്ന് അങ്ങോട്ട് മലപ്പുറത്ത് പോയാൽ വേറെ, നിലമ്പൂർ പോയി അങ്ങനെ അങ്ങോട്ട് കറങ്ങി വരുമ്പോഴേക്ക് എല്ലായിടത്തും പേജിൽ വ്യത്യാസം ഉണ്ടാവും. ഞാൻ അവിടെ നോക്കിയ പത്രം തന്നെയല്ലേ ഇത് ഇന്നത്തെ തന്നെയല്ലേ ഡേറ്റൊക്കെ നോക്കുക ആളുകൾ, പ്രായമുള്ള ആളുകൾ, ഇത് അറിയാത്തവർ, അപ്പോഴത് അത്ഭുതപ്പെടുക. അപ്പോൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PB സുരേഷ് കുമാർ സമ്മേളന വിശദീകരണം നടത്തി. കേരള വിഷൻ ചെയർമാൻ K. ഗോവിന്ദൻ, സിഡ്കോ ചെയർമാൻ വിജയകൃഷ്ണൻ,
സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PSCB, സംസ്ഥാന വൈസ് പ്രസിഡന്റ് M. രാജ്മോഹൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ M. മൻസൂർ, ബിജുകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം M. അബൂബക്കർ സിദ്ദിഖ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി സജിത് നന്ദിയും പറഞ്ഞു. മന്ത്രി V. അബ്ദുറഹ്മാൻ മുഖ്യരക്ഷാധികാരിയായും കുറുക്കോളി മൊയ്തീൻ MLA ചെയർമാനും M. അബൂബക്കർ സിദ്ദിഖ് ജനറൽ കൺവീനറുമായ സ്വാഗത സംഘത്തിനാണ് രൂപം നൽകിയത്. മീഡിയ ടൈം, തൃശൂർ. വലത് കൈ ഇടനെഞ്ചിൽ 6 അടി ഉയരം. ഗുരുവായൂർ മഞ്ജുളാൽ തറയിൽ ഭക്തരെ വരവേൽക്കാൻ ഇനി കുചേല പ്രതിമയും. 6 അടി ഉയരത്തിൽ കരിങ്കല്ല് മാതൃകയിൽ നിർമ്മിച്ചതാണ് കുചേല പ്രതിമ. മഞ്ജുളാൽ തറയിലെ ഗരുഡശില്പം കാലപ്പഴക്കത്താൽ ക്ഷയിച്ചതിനെ തുടർന്ന് അടുത്തിടെ പുതിയ വെങ്കല ഗരുഡശില്പം സ്ഥാപിച്ചിരുന്നു. കുചേല ദിനത്തിൽ ഗുരുവായൂരിലെ മഞ്ജുളാൽ തറയിൽ പുതിയ കുചേല പ്രതിമ സമർപ്പിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പുതിയ കുചേല പ്രതിമയുടെ അനാച്ഛാദനം നിർവഹിച്ചു. ചടങ്ങിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി PC ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C. മനോജ്, KP വിശ്വനാഥൻ, മനോജ് B. നായർ, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, കുചേല പ്രതിമ വഴിപാടായി സമർപ്പിച്ച വേണു കുന്നപ്പള്ളി, ശില്പി ഉണ്ണി കാനായി, ദേവസ്വം ഉദ്യോഗസ്ഥർ, ഭക്തർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. 6 അടി ഉയരത്തിൽ കരിങ്കല്ല് മാതൃകയിൽ നിർമ്മിച്ചതാണ് കുചേല പ്രതിമ. മഞ്ജുളാൽ തറയിലെ ഗരുഡശില്പം കാലപ്പഴക്കത്താൽ ക്ഷയിച്ചതിനെ തുടർന്ന് അടുത്തിടെ പുതിയ വെങ്കല ഗരുഡശില്പം സ്ഥാപിച്ചിരുന്നു. നവീകരണ പ്രവർത്തനങ്ങൾക്കിടെ ഇവിടെയുണ്ടായിരുന്ന ജീർണിച്ച പഴയ കുചേല പ്രതിമ മാറ്റിയിരുന്നു. മഞ്ജുളാൽ തറ നവീകരിച്ച് പുതിയ വെങ്കല ഗരുഡശില്പം വഴിപാടായി സമർപ്പിച്ച ചലച്ചിത്ര നിർമ്മാതാവ് വേണു കുന്നപ്പള്ളിയാണ് പുതിയ കുചേല ശില്പവും വഴിപാടായി സമർപ്പിച്ചത്. കരിങ്കൽ മാതൃകയിൽ നിർമ്മിച്ച പ്രതിമ ഉന്നത നിലവാരത്തിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലും ഫൈബർ മാറ്റും റെസീനും ഉപയോഗിച്ച് കാലങ്ങളോളം നിലനിൽക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. മഞ്ജുളാൽ തറയിൽ കയ്യിൽ ഓലക്കുടയും വടിയും എടുത്ത് തോളിൽ വെച്ച് വലത് കൈ ഇടനെഞ്ചിൽ ചേർത്ത് തോളിൽ തുണിസഞ്ചിയും അരയിൽ അവിൽ പൊതിയുമായി ഗുരുവായൂർ ക്ഷേത്രനടയിലേക്ക് ഭക്തിയോടെ നോക്കുന്ന രീതിയിലാണ് പ്രതിമയുടെ രൂപകൽപ്പന. 2 മാസം കൊണ്ടാണ് പ്രതിമ പൂർത്തിയാക്കിയത്. മീഡിയ ടൈം, തൃശൂർ. രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ ദധ്യന്ന മാസാചാരണത്തിന് തുടക്കമായി. ദധിയും അന്നവും ചേർന്ന നിവേദ്യമാണ് ദധ്യന്നം. ധനുമാസ നാളുകളിൽ ക്ഷേത്രത്തിൽ ഉദയത്തിനു മുൻപേ ക്ഷേത്രനട തുറന്ന് അഭിഷേകത്തിന് ശേഷമാണ് ഭഗവാന് ഈ നിവേദ്യം സമർപ്പിക്കുന്നത്. ധനുമാസം 1 മുതൽ 30 ദിവസവും ഭഗവാന് ദധ്യന്നം നിവേദിക്കുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പുതുക്കാടിനടുത്ത് നന്ദിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന രാപ്പാൾ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം. ദധിയും അന്നവും ചേർന്ന നിവേദ്യമാണ് ദധ്യന്നം. സൂര്യോദയത്തിന് മുമ്പായിട്ടാണ് ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ ഭഗവാന് ദധ്യന്നം നിവേദിക്കുന്നത്. ധനുമാസ നാളുകളിൽ ക്ഷേത്രത്തിൽ ഉദയത്തിന് മുൻപേ ക്ഷേത്രനട തുറന്ന് അഭിഷേകത്തിനു ശേഷം ഭഗവാന് ഈ നിവേദ്യം സമർപ്പിക്കും. ഉണക്കലരി, പച്ചക്കുരുമുളക്, തൈര്, ഉപ്പുമാങ്ങ, ഇഞ്ചി എന്നിവ ചേർത്താണ് ദധ്യന്നം പാകം ചെയ്യുന്നത്. ചടങ്ങുകൾക്ക് തന്ത്രിമാരായ രാപ്പാൾ, കിഴക്കിനിയടം, പറപ്പൂക്കര, നടുവം എന്നിങ്ങനെ 4 ഊരാഴ്മ ഇല്ലങ്ങളിലെ ബ്രാഹ്മണ ശ്രേഷ്ഠരും മേൽശാന്തി നന്ദിക്കര നടുവത്ത് പ്രദീപ് നമ്പൂതിരിയുമാണ് കാർമ്മികത്വം വഹിക്കുന്നത്. ദിവസവും രാവിലെ നാരായണീയ പാരായണവും വൈകിട്ട് വിവിധ കലാപരിപാടികളും നടക്കും. മീഡിയ ടൈം, പുതുക്കാട്. ഇനി മറ്റു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. LDF UDF മുന്നണികൾക്ക് 9 വീതം സീറ്റുകളുമായി ഭരണപ്രതിസന്ധിയിൽ നിലനിൽക്കുന്ന ചേന്നമംഗലം പഞ്ചായത്ത് ആര് ഭരിക്കുമെന്നതിൽ സ്വതന്ത്രന്റെ നിലപാട് നിർണായകമാകും. CPM വിമതനായി മത്സരിച്ച് ജയിച്ച ഫസൽ റഹ്മാന്റെ നിലപാടാകും പഞ്ചായത്ത് ഭരണം ആർക്കെന്ന കാര്യത്തിൽ നിർണായകമാവുക. ഇരു മുന്നണികളും ഇതുവരെ ഫസലിന്റെ പിന്തുണ തേടിയിട്ടില്ലെന്നാണ് അറിയുന്നത്. പ്രസിഡന്റ് സ്ഥാനം നൽകണമെന്ന ആവശ്യമാണ് ഫസൽ മുന്നോട്ട് വയ്ക്കുന്നത്. പുത്തഞ്ചിറ കൊമ്പത്തുകടവ് 11-ാം വാർഡ് നിയുക്ത മെമ്പർ വാസന്തി സുബ്രഹ്മണ്യനെ CPM പ്രവർത്തകൻ ജാതീയമായി അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് UDF പുത്തഞ്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തങ്കപ്പൂ നഗറിൽ നിന്ന് കൊമ്പത്തുകടവിലേക്ക് പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. KN സജീവൻ അധ്യക്ഷത വഹിച്ചു. PI നിസാർ, VA നദീർ, T പ്രവീൺ, വാസന്തി സുബ്രഹ്മണ്യൻ, PC ബാബു, ജോപി മങ്കടിയാൻ, അനൂപ് ആനപ്പാറ എന്നിവർ പ്രസംഗിച്ചു.
KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ മാള യൂണിറ്റ് പെൻഷൻ ദിനം ആചരിച്ചു. യൂണിയൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് TH വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. അത് ഗ്രൂപ്പാണ്. ഒരുവിധം കാര്യങ്ങളും ഈ ഇതിൽ അവർ നോട്ട് ചെയ്ത് വെച്ചിട്ട് ചിലതിന് മറുപടി ഉണ്ട്, ചിലത് അറിയിക്കാമെന്ന് പറയും, അല്ലെങ്കിൽ ഞങ്ങളിത് സമാന രീതിയിൽ വന്നത് അതേപോലെ കൈകാര്യം ചെയ്യുമെന്നാണ് അവർ സൂചിപ്പിച്ച് തരുന്നത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും വിളിക്കണം എന്നാണ്. നമ്മളുടെ KSRTCയിലെ പെൻഷൻകാർ എല്ലാവരും വിളിച്ച് ഈ പരാതി സൂചിപ്പിക്കണമെന്നാണ്. ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞ ഒരു കേസുള്ളൂ. ഞങ്ങളുടെയൊക്കെ സർവീസ് ബുക്കിലുള്ള ഡേയ്സിനോട് മാത്രം കണക്കാക്കുക, നിങ്ങളൊന്ന് നോക്കിക്കോളൂ, എന്നിട്ട് അതിനും കൂടി ഒരു മറുപടി വേണമെന്നാണ് പറഞ്ഞു. കാരണം ഇവരെ അധികാരത്തിലെത്തിക്കാൻ സമരം ചെയ്തതിൻ്റെ വെളിച്ചത്തിലുള്ള ഡേയ്സിനോൺ വന്നത്, അല്ലാതെ വേറെ ജയിലിൽ പോയി മറ്റേ കൊലക്കേസോ ക്രിമിനൽ കേസോ ചെയ്തിട്ടല്ലോ. യൂണിറ്റ് പ്രസിഡന്റ് MO വർക്കി അധ്യക്ഷത വഹിച്ചു. PC രവി, മുരളീധരൻ, CK തിലകൻ, NC വേലായുധൻ എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട BJP ജനപ്രതിനിധികൾക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുഴുവൻ NDA സ്ഥാനാർത്ഥികൾക്കും മറ്റത്തൂരിൽ സ്വീകരണം നൽകി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. BJP മറ്റത്തൂർ മേഖലാ പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് PG ജയൻ, VK അതുൽ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. വീട് ജപ്തി ഭീഷണിയെ തുടർന്ന് ചാലക്കുടിയിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. ചാലക്കുടി വെട്ടുകടവ് സ്വദേശി ചിറക്കൽ വീട്ടിൽ 64 വയസ്സുള്ള സോമനാഥ പണിക്കരെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിനകത്ത് ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിലാണ് കണ്ടത്. BRD ബാങ്കിൽ 80 ലക്ഷം രൂപയുടെ ലോൺ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. പെരിഞ്ഞനത്ത് ദേശീയപാതയിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് രാവിലെ 11:15 അപകടം. ഗുരുവായൂരിലേക്ക് പോയിരുന്ന KSRTC ബസ്സും എതിരെ വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. മാള അണ്ണല്ലൂർ വിജയഗിരി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ വൃദ്ധസദനങ്ങളും അനാഥമന്ദിരങ്ങളും സന്ദർശിച്ചു. അവരോടൊപ്പം ക്രിസ്തുമസ് ആഘോഷം നടത്തി. കുട്ടികൾ ഗ്രൂപ്പുകളായി മാറി 4 ഇടങ്ങളിൽ സന്ദർശനം നടത്തി. കരുണാഭവൻ മാള, സെന്റ് ജോസഫ് ഓൾഡ് ഏജ് ഹോം അഷ്ടമിച്ചുറ, സേവനഗിരി അണ്ണല്ലൂർ, ദിവ്യകാരുണ്യാശ്രമം കല്ലേറ്റുങ്കര എന്നീ സ്ഥാപനങ്ങളിലെത്തിയാണ് ആഘോഷം നടത്തിയത്. അവിടുത്തെ അംഗങ്ങളോടൊപ്പം കേക്ക് മുറിച്ചും കരോൾ ഗാനം പാടിയും മറ്റ് കലാപരിപാടികളും കളികളും അവതരിപ്പിച്ചും സമ്മാന വിതരണം നടത്തിയും വിദ്യാർത്ഥികൾ ക്രിസ്തുമസിൻ്റെ സ്നേഹ സന്ദേശം പകർന്നു. വിദ്യാർത്ഥികൾ ശേഖരിച്ച നിത്യോപയോഗ സാധനങ്ങളും സ്ഥാപനത്തിലേക്ക് കൈമാറി. ചാലക്കുടി കൂടപ്പുഴ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടിയാട്ട മഹോത്സവത്തിന് 19 വെള്ളിയാഴ്ച വൈകിട്ട് 7:30 കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 20 വെള്ളിയാഴ്ച വൈകിട്ട് 7 ആദരണീയം നടക്കും. 21 ഞായറാഴ്ച വൈകിട്ട് 7 തണ്ടിക സമർപ്പണം. 24 ബുധനാഴ്ചയാണ് കാവടി മഹോത്സവം. രാവിലെ 8 മണിക്ക് വിവിധ കരകളിൽ നിന്നും പുറപ്പെടുന്ന കാവടി സംഘങ്ങൾ ഉച്ചയ്ക്ക് 12 മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. വൈകിട്ട് 5 മണിക്ക് സൗത്ത് ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്ന കാവടി ഘോഷയാത്ര രാത്രി 10 ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. 7-ാം ദിവസം ആറാട്ട് നടക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KA ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി AT ബാബു, ട്രഷറർ KG സുന്ദരൻ, വൈസ് പ്രസിഡന്റ് KS അനിയൻ എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള ബ്ലോക്ക് പഞ്ചായത്തിലും അതിന് കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലും അധ്യക്ഷ പദവിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. മുന്നണികൾക്ക് 9 വീതം സീറ്റുകളുമായി നിലനിൽക്കുന്ന ചേന്നമംഗലം പഞ്ചായത്ത് ആര് ഭരിക്കുമെന്നതിൽ സ്വതന്ത്രന്റെ നിലപാട് നിർണായകമാകും. വോട്ടറെ ഭീഷണിപ്പെടുത്തിയെന്ന് കഴിഞ്ഞ ദിവസം ചാലക്കുടിയിലെ LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ച കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത. സാമ്പത്തികമായി വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന ആരോപണം വസ്തുത മനസ്സിലാക്കാതെ. COA സംസ്ഥാന സമ്മേളനത്തിനൊരുങ്ങി തിരൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം 2026 മാർച്ചിൽ തിരൂരിൽ നടക്കും. സ്വാഗത സംഘത്തിന് രൂപം നൽകി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.